നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 7/2/2025 വെള്ളിയാഴ്ച, രോഹിണി നക്ഷത്രം. ചന്ദ്രൻ വൃഷഭരാശിയിൽ ഉച്ചസ്ഥനായി വരുന്ന ദിവസം, ചന്ദ്രനും വ്യാഴവും കൂടി ഒരുമിച്ച് വരുന്ന ദിവസം. രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ നക്ഷത്രമാണ്. അവിടെ അമ്മ പൂർണ്ണ ബലത്തിലാണ്, ദശമിയാണ്, ശുക്ലപക്ഷ ദിവസമാണ്. അപ്പൊ ഈ ദിവസം എല്ലാവർക്കും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയുടെ ദിവസമാണ്. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. അപ്പൊ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ അനുഗ്രഹവും, അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം. അതുപോലെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് സമ്പത്താണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്തിന്റെയും ഉടമയാണ് അമ്മ. അപ്പൊ ആ അമ്മയെ പ്രാർത്ഥിച്ച് എല്ലാ സമ്പത്തും എല്ലാം നിലനിർത്തിക്കൊണ്ടുപോകണം. ഐശ്വര്യത്തിന്റെ ദേവതയാണ് മഹാലക്ഷ്മി. എന്നാൽ അത് ധനം മാത്രമല്ല, എല്ലാ ഐശ്വര്യവും എന്ന് പറഞ്ഞില്ലേ, ദുർഗാദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യം തന്നെയാണ്. വ്യാഴം നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണു ഭഗവാന്റെ വക്ഷസിൽ വസിക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഐശ്വര്യം, സമ്പൂർണ്ണ ഐശ്വര്യമാണ് അമ്മ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം വെള്ളത്താമരകൾ കൊണ്ട് അർച്ചന ചെയ്താൽ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. ചെന്താമര കൊണ്ട് അർച്ചന ചെയ്താൽ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ തുളസിയും മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ ചേർത്ത് കെട്ടിയ ഒരു മാല അമ്മയ്ക്ക് ചാർത്തിയാൽ അത് വളരെ ഇഷ്ടമാണ്. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി നാരായണ മന്ത്രം, അഷ്ടലക്ഷ്മി സ്തോത്രം ചെല്ലുന്നതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ മൂർത്തിയെ കൂടി പ്രാർത്ഥിച്ചാൽ വളരെ വളരെ അനുഗ്രഹം കിട്ടും. പിന്നെ എല്ലാ ദുഃഖങ്ങളും, ദാരിദ്ര്യ ദുഃഖമൊക്കെ മാറണമെങ്കിൽ, ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത്. ദാരിദ്ര്യം എന്ന് പറയുന്ന പലതരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്. ഭക്ഷണം ഇതില്ലാത്ത ദാരിദ്ര്യം, വസ്ത്രമില്ലാത്ത ദാരിദ്ര്യം, മനസ്സിനൊരു സന്തോഷമില്ല, എപ്പോഴും മനസ്സിനൊരു വല്ലാത്ത ചഞ്ചലിപ്പ്, അപ്പൊ മനഃതൃപ്തി ഇല്ലാത്ത, മനസ്സിന് ഒരു മനസമാധാനമില്ല, മനസമാധാനക്കുറവ്, അപ്പൊ മനസാന്നിധ്യമില്ലായ്മ ഒരു ദാരിദ്ര്യം തന്നെയാണ്. എല്ലാ കഷ്ടതകളും മാറി സർവ്വ ഐശ്വര്യങ്ങളും തരാൻ അഷ്ടലക്ഷ്മി പ്രതിയായ, അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ്, അഷ്ടദാരിദ്ര്യനാശിനിയൊക്കെയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യം വരും. ധനം വന്നിങ്ങനെ ചേരുമ്പോൾ അതിന് നമ്മൾ സാധാരണ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് വെള്ളിയാഴ്ചകളിൽ ഏറ്റവും ഉത്തമം. പക്ഷെ ഇപ്പോഴത്തെ സാമ്പത്തിക നില വെച്ചിട്ട് ഒരു ചെറിയ കുടുംബത്തിൽ 10-20 രൂപ ശമ്പളം കിട്ടുന്ന, 10-20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു വീട്ടിൽ നെയ്വിളക്കൊക്കെ കത്തിക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമല്ല. എള്ളെണ്ണയ്ക്കും നല്ല വിലയാണ്. അതുകൊണ്ട് തന്നെ നെയ്വിളക്കും എള്ളെണ്ണ വിളക്കും ഒക്കെ കത്തിക്കാൻ സാധിച്ചാൽ 2 തിരിയിട്ട് വിളക്ക് കത്തിച്ച്, നിലവിളക്കാണെങ്കിൽ 2 തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയിട്ട്, കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മഹാലക്ഷ്മിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലി പ്രാർത്ഥന ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കും. നിലവിളക്കിന് മുമ്പിൽ ശരിക്കും 6 തവണയെങ്കിലും പ്രാർത്ഥിക്കണം എന്നാണ് മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന. ശരിക്കും 6 തവണയെങ്കിലും പ്രാർത്ഥിച്ചാൽ ഭയങ്കര ഐശ്വര്യം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ എല്ലാ കഷ്ടതകളും മാറി മനസ്സ് ഏകാഗ്രമായി അമ്മയെ പ്രാർത്ഥിക്കാനുള്ള ഒരു കീർത്തനമാണ് ഇവിടെ പറയുന്നത്. മഹാലക്ഷ്മി അഷ്ടകമൊക്കെ എല്ലാവർക്കും അറിയാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. അപ്പൊ ആദിലക്ഷ്മിയെ കുറിച്ചിട്ടു, നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരേ സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരേ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ മഹാലക്ഷ്മി നമസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മി നമസ്തുതേ. സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമസ്തുതേ. മഹാലക്ഷ്മ്യാഷ്ടകസ്തോത്രേ പടേ ഭക്തിമാൻ നര സർവസിദ്ധിമവാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ആയുർദേഹി ധനം ദേഹി വിദ്യാദേഹി മഹേശ്വരി സമസ്ത
സമസ്തമഖിലാണ്ടേശ്വരി ദേഹി മേ പരമേശ്വരി ഏകകാലം പടേ നിത്യം മഹാപാപ വിനാശനം ത്രികാലേയ പടേ നിത്യം ധനധാന്യ സമന്വിത ത്രികാലേയ പടേ നിത്യം മഹാശത്രു വിനാശനം മഹാലക്ഷ്മിർ ഭവേ നിത്യം പ്രസന്നവരദാ ശുഭ. അതായത് മഹാലക്ഷ്മി അഷ്ടകം എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി, സാധാരണ വിളക്ക് കൊളുത്തി വെച്ചിട്ട്, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച നെയ്യ് വാങ്ങി വിളക്ക് കത്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഞ്ഞിത്തിരിയിട്ട് നെയ്യൊഴിച്ച്, വിളക്കാകുമ്പോൾ ഒരു തിരിയിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ ഫലമാണ് സന്ധ്യാസമയത്ത് നെയ്വിളക്ക്. പക്ഷെ ഒരിക്കലും വിളക്കിലെ തിരി തന്നെ കെട്ടുപോകാൻ ഇടവരുത്തരുത്. അത് കഴിഞ്ഞ് പതുക്കെ വിളക്കിലെ തിരി മെല്ലെ അകത്തേക്ക് വലിച്ച്, അല്ലെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ട് മൂടപ്പ പുഷ്പമൊക്കെ നമ്മുടെ കയ്യിലില്ല എങ്കിൽ പതുക്കെ വിളക്കിലെ തിരി എണ്ണയിലേക്ക് താഴ്ത്തി നമ്മൾ കെടുത്തുകയാണ് വേണ്ടത്. ഇപ്പൊ മൂകാംബിക പോലെയുള്ള ശരിക്കും ഐക്യസ്വരൂപിണിയാണ് മഹാകാളിയും മഹാസരസ്വതി മഹാലക്ഷ്മിയൊക്കെയുള്ള മൂകാംബിക ക്ഷേത്രമായാലും ചോറ്റാനിക്കര ക്ഷേത്രമായാലും ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ മഹാലക്ഷ്മി അഷ്ടകം കൊടിമരച്ചോട്ടിൽ ചൊല്ലുക. മൂകാംബികയിൽ പോയാൽ കൊടിമരച്ചോട്ടിൽ നിന്ന് മഹാലക്ഷ്മി അഷ്ടകം ജപിച്ച്, അവിടെ ദശമഹാവിദ്യയും കൂടി ഉണ്ട്, അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ എന്നാണ് പറയുന്നത്. എല്ലായിടത്തും കൊടിമരച്ചോട്ടിൽ പോയി നമ്മൾ കൊടിയുടെ ധ്വജാഗ്രഹത്തെ പൊക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ശ്രീകോവിലിലെ ശരിക്കും ഇതും കൂടി അമ്മയുടെ ആ രൂപത്തെ, ശ്രീകോവിലിന്റെ മുകളിലുള്ള രൂപത്തെ പ്രാർത്ഥിച്ചിട്ട് വേണം ശരിക്കും നമ്മൾ അകത്ത് കയറി തൊഴാൻ ഞാൻ പറയുന്നത്. അപ്പോഴൊക്കെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ അമ്മ സന്തോഷിക്കുകയും നമുക്ക് എല്ലാ അനുഗ്രഹം എന്ന് പറയും. ഇപ്പൊ ചോറ്റാനിക്കരയിലായാലും മൂകാംബി ദേവിയിലായാലും ഏത് പെട്ടെന്ന് കനിയുന്ന, പെട്ടെന്ന് അനുഗ്രഹം തരുന്ന ദേവിയാണ് നമ്മൾ മഹാലക്ഷ്മി. ലോകത്തിലെ മുഴുവൻ സമ്പത്തും എല്ലാ നന്മകളുടെയും ആശാകേന്ദ്രമായ, എല്ലാ നന്മകളുടെയും സമ്പത്തിന്റെ ഉറവിടമായ ആ അമ്മയെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഫലമാണ്. ഒരുപാട് അമ്മയുടെ ശ്ലോകങ്ങളുണ്ട്. ശരിക്കും മഹാലക്ഷ്മി അഷ്ടകം പോലെ തന്നെ മഹാലക്ഷ്മി സ്തുതികളുണ്ട്, മഹാലക്ഷ്മി സ്തവമുണ്ട്. ലളിതാ പരമേശ്വരി ആയതുകൊണ്ട് അമ്മയുടെ ലളിതാ സഹസ്രനാമം ചൊല്ലിയാലും മതി, ലളിതാ അഷ്ടകം ജപിച്ചാലും മതി, ജയ് മഹാലക്ഷ്മി എന്ന് വിളിച്ചാലും മതി. മഹാലക്ഷ്മിയുടെ എത്രയോ നാമങ്ങളുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഒരു പുതിയ നാമം പറയുന്ന ഈ നാമം നിത്യം ജപിച്ചു കഴിഞ്ഞ ദേഹി ദേഹി ധനം ദേഹി, ദേഹി ദേഹി ധനം ദേഹി, ധനവർഷിണി ധനദേവതാ ധനം ദേഹി, ധനം ദേഹി, ദേവി ദേവി ധനലക്ഷ്മി ദേവി ധനം ദേഹി, ദേഹി ദേഹി സ്വർണധാരിണി മഹാലക്ഷ്മി അംശ സ്വർണധമാദേവി, ശംഖു ചക്രധാരിണി ചോറ്റാനിക്കരവാസിനി ലക്ഷ്മി നാരായണി കനകവർഷിണി, ദേഹി ദേഹി ധനം ദേഹി. അവിടെ പിന്നെ കഴിഞ്ഞിട്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, സകല യോഗ കടാക്ഷ ദുഃഖ ദുഷ്ട നിഗ്രഹേ ധനം ദേഹി ദേഹി, നമോസ്തുതേ മഹാലക്ഷ്മി അംശ മഹാഭഗവതീ നമോസ്തുതേ, ദേഹി ദേഹി ധനം ദേഹി ദേഹി, ധനവർഷിണി ധനദേവതാ ധനം ദേഹി ദേഹി, ദേവി ദേവി മഹാലക്ഷ്മി ധനലക്ഷ്മി ദേവി ധനം ദേഹി, ദേഹി ദേഹി സ്വർണധാരിണി മഹാലക്ഷ്മി അംശ സ്വർണ മഹാദേവി, ശംഖുചക്രധാരിണി ചോറ്റാനിക്കരവാസിനി ലക്ഷ്മി നാരായണി കനകവർഷിണി, ദേഹി ദേഹി ധനം ദേഹി, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, സകല യോഗ കടാക്ഷേ ദുഃഖ ദുഷ്ട നിഗ്രഹേ ധനം ദേഹി ദേഹി, നമസ്തുതേ നമോസ്തുതേ മഹാലക്ഷ്മി അംശ മഹാഭഗവതീ നമോസ്തുതേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒന്ന് ചൊല്ലിക്കണ്ടാവും. മഹാലക്ഷ്മിച്ച വിദ്മഹേ സർവശക്തിച്ച ധീമഹീം തന്നോ ലക്ഷ്മി പ്രചോദയ എന്നുള്ള മഹാലക്ഷ്മി ഗായത്രി ജപിച്ചുകൊണ്ടാണെങ്കിലും മഹാലക്ഷ്മി അഷ്ടകം
മന്ത്രം ജപിച്ചുകൊണ്ടാണല്ലോ ഓം ശ്രീ നമ ഓം ശ്രീ നമ ഓം ശ്രീ നമ എന്ന മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടായാലും 108 പ്രാവശ്യം മൂലമന്ത്രം ജപിച്ചുകൊണ്ടാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 6:30 പറ്റുമ്പോൾ രാവിലെ ആയും അതായത് പുലർച്ചെയും നെയ്വിളക്ക് കത്തിച്ചു വെച്ച് നമ്മൾ മഹാലക്ഷ്മിയോട് എല്ലാ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തി തരിക മാത്രമല്ല അത് നിലനിർത്തി തരണേ എന്ന് അമ്മയോട് അപേക്ഷിക്കൂ. എല്ലാ കഷ്ടതകളും മാറി എല്ലാ നഷ്ടങ്ങളും മാറി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. പകൽ സമയം അമ്മയെ പ്രാർത്ഥിക്കുക, രാത്രി സമയം വരാഹി ദേവിയെ കൂടി വെള്ളിയാഴ്ചകളിൽ വരാഹി ദേവിയുടെയും കൂടി പ്രാർത്ഥന ഉഗ്രവാരാഹ്യേ വജ്രഘോഷേ കാമേശി കാമവരതേ നമോ നമ എന്ന മന്ത്രം കൂടി ജപിക്കൂ. കഷ്ടതകൾ കൊണ്ട് വലയുന്ന, രോഗം കൊണ്ട് വലയുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും 7/2/2025 മഹാലക്ഷ്മിയെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കൂ. എല്ലാ സാമ്പത്തികത്തിന്റെ കെട്ടുകളും തീർന്ന് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും, പ്രത്യേകിച്ചും ഋഷഭരാശിക്കാർക്ക്. കാരണം അവർക്ക് വ്യാഴം നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കണ്ടകശനിയുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ വ്യാഴത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവരും, വ്യാഴം മകരരാശിയിലാണെങ്കിൽ വ്യാഴം ഇപ്പോൾ 3-ലോ 6-ലോ 8-ലോ 12-ലോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ വ്യാഴത്തിനെ ഭജിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ലക്ഷ്മിയെ വിളിക്കൂ. കാരണം അമ്മ വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. ശുക്രൻ നീചരാശിയിലുള്ളവരാണെങ്കിലും, ശുക്രൻ ഇപ്പോൾ മോശസ്ഥിതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും, ശുക്രദശയിൽ ഉണ്ടായിട്ടും പൂർണ്ണഫലം കിട്ടിയില്ല എങ്കിൽ ഈ മഹാലക്ഷ്മിയെ നിത്യം ജപിക്കൂ. വെളുത്ത വസ്ത്രമോ ചെന്താമര നിറത്തിലുള്ള വസ്ത്രമോ പിങ്ക് വസ്ത്രമോ ഒക്കെ ധരിക്കാം. പറ്റുന്നവര് അവരുടെ കയ്യിലുള്ള പിന്നെ ഡയമണ്ട് ഉള്ളവരാണെങ്കിൽ അതൊന്ന് കഴുകി പൂജിച്ചിടുന്നതും നല്ലതാണ്. ശുക്രഹോരയിൽ വെള്ളി ആഭരണങ്ങൾ പൂജിച്ചിടുന്നത്, മഹാലക്ഷ്മിക്ക് പാൽപ്പായസമോ ശർക്കര പായസമോ ഒക്കെ വച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്നത്, വരാഹി ദേവിക്ക് കിഴങ്ങ് പുഴുങ്ങി വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വളരെ ഐശ്വര്യങ്ങൾ തരും. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.